നേരെ വന്നു മാവിൽ മുങ്ങുന്നു, ഡിപ്പ് ചെയ്യുന്നു, തിരിച്ച് എണ്ണയിലോട്ട് പോകുന്നു. ഈ 40 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് കുടഞ്ഞിട്ട്, ഇനി സപ്പോസ് അതിൻ്റെ അകത്ത് 1-2 അച്ചപ്പം അവിടെ നിന്നാൽ അതിനൊരു ഹാൻഡിലുണ്ട്, അത് തള്ളി നീക്കി തരും. ഒരു പണത്തൂക്കം പോലും മാറ്റാതെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന ആൾക്കാരാണ്. അപ്പൊ അടുത്ത മാവ് ഇത് എങ്ങനെയാണ് ഈ ടാങ്കിലേക്ക് വന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം? വേണ്ട, ഒഴിച്ചു കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനൊരു വാൽവ് ഉണ്ട്. FG Rower എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറക്ക് അടുത്തായിട്ട് പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സിലാണ് ഞാൻ ഇന്ന് വന്നിട്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ നിങ്ങൾ കാണുന്നില്ല അച്ചപ്പം. സാധാരണ രീതിയിൽ നമ്മൾ ഈ അച്ചപ്പം ചെയ്ത് കണ്ടിരുന്നത് വലിയ ചട്ടിയിൽ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം ആണ് അല്ലെ. എന്നാൽ മെഷീൻ വെച്ചിട്ട് അച്ചപ്പം ചെയ്തെടുക്കുക, അത് നല്ല ഭംഗിയോട് കൂടിയിട്ടും നല്ല രീതിയിൽ പാകത്തോടും കൂടി ചെയ്തെടുക്കുന്ന അച്ചപ്പം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒക്കെയുള്ള കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. നേരെ സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സിന്റെ വിശേഷങ്ങളിലേക്ക്. സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയുടെ ഓണർ ഹെൻറി ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു മെഷീൻ കണ്ടെത്തിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട്? ഒരു 7-8 വർഷത്തോളം ആയി കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു. 8 വർഷം കഴിഞ്ഞു. ആദ്യം മെഷീൻസ് തന്നെയായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം അച്ചപ്പോണ് ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഓ, അച്ചപ്പായിരുന്നു ചെയ്തത്? അതെ, ആദ്യം അച്ചപ്പോണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് സാവധാനം ഞാൻ മിഷ്യത്തിലോട്ട് മാറുകയാണ് ചെയ്തത്. അത് ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സ് കുറച്ച് പ്രയാസമായിരുന്നോ? ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര പ്രശ്നം. കാരണം നമ്മളിത് കൈ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ അങ്ങനെ അതുമല്ല, കുറച്ചും കൂടി ഹൈജീനിക്ക് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാം എന്ന് കരുതി ഞാനൊരു മെഷീൻ ഉണ്ടാക്കിയൊക്കെ എടുത്തു. ആദ്യം ഒരു മെഷീൻ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എങ്ങനെ കുറച്ച് വർഷങ്ങളെടുത്ത് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു മെഷീൻ ഒരു ഏതാണ്ട് ഒരു രൂപയിലോട്ട് എത്തിച്ച് അങ്ങനെ അത് ഞങ്ങൾ പതുക്കെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു. അതിനൊരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി. പിന്നെ പതുക്കെ അങ്ങനെ ഒരു 3-4-5 കൊല്ലം ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഇട്ട് ഞങ്ങൾ ഈ മെഷീൻ ഓടിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം, നമുക്ക് ഈ മെഷീൻ എന്തുകൊണ്ട് പുറത്ത് സപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ മാർക്കറ്റിലോട്ട് ഈ മെഷീൻ ഇറക്കാൻ വേണ്ടി വന്നത്. ഇനി എനിക്കറിയേണ്ടത് മെഷീന്റെ പ്രോസസ്സ്, ഇത് എങ്ങനെയാണ് ഒരു അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മളിപ്പോൾ അച്ചപ്പാണല്ലോ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് മെഷീൻ വെച്ചിട്ട് ഒരു അച്ചപ്പം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചകളാണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ അച്ചപ്പത്തിന്റെ മാവാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കൂട്ടാണ്. ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ഇടുന്നു, മൈദ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം, എള്ള്, ജീരകം, പഞ്ചസാര, പിന്നെ കുറച്ച് തേങ്ങാപ്പാലും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യും. കൂടെ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടി നമ്മൾ ആഡ് ചെയ്യും. ചിലർക്ക് മുട്ട ആവശ്യമില്ലാത്ത ബാച്ചുമുണ്ട് നമ്മുടെ അച്ചപ്പത്തിന്. അപ്പം മുട്ടയില്ലാത്തവർക്ക് മുട്ടയില്ലാത്ത ബാച്ചായിട്ടുള്ള അച്ചപ്പവും ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ആദ്യകാലങ്ങളിൽ ഇത് തുടങ്ങി ഇതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ പ്രോസസ്സ്. ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ മിഷ്യത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, ഫില്ലിംഗ് ടാങ്ക്, അതിനകത്തോട്ട് നമ്മൾ നിറക്കും. ഇതിന്റെ ടോപ്പിലാണ് ഈ ഒരു ടാങ്ക് ഇരിക്കുന്നത്. ഇത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാവ്, അതുപോലെ അതിൻ്റെ അടിയിൽ ഇത് ഡിപ്പ് ചെയ്യുന്ന അച്ചുകൾ വന്ന് ഡിപ്പ് ചെയ്യുന്ന ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്തോട്ടും ഫില്ല് ചെയ്യും. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ മാത്രം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷീൻ ഓൺ ചെയ്യും. മെഷീൻ ഓൺ ചെയ്ത് ഓയിലിൻ്റെ ടെമ്പറേച്ചർ ഏതാണ്ട് ഒരു 155 ഡിഗ്രി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യാവുന്ന സെറ്റപ്പിലോട്ട് എത്തിക്കഴിഞ്ഞു. മറ്റൊരു ഭാഗത്താണ് എണ്ണ വരുന്നത്. എണ്ണയുടെ ഒരു ടാങ്ക് 2 ടാങ്കായിട്ടാണ് നിൽക്കുന്നത്. മാവ് ഒരു ടാങ്കിൽ, എണ്ണ വേറൊരു ടാങ്കിൽ. അപ്പൊ നമ്മൾ ഇതിനകത്ത് മുങ്ങിക്കഴിഞ്ഞു. എണ്ണയിൽ ആദ്യം തന്നെ നമ്മളൊരു 9 സെക്കൻഡ് മുക്കിയിടുന്നു. അത് കഴിഞ്ഞ് ആ അച്ചിന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അത് ആദ്യത്തെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ, 9 സെക്കൻഡ്. അത് കഴിഞ്ഞ് നേരെ വന്നു മാവിൽ മുങ്ങുന്നു, ഡിപ്പ് ചെയ്യുന്നു, തിരിച്ച് എണ്ണയിലോട്ട് പോകുന്നു. അവിടെ എണ്ണക്കകത്ത് കിടക്കുന്നു. ഒരു 40 സെക്കൻഡ് ഫ്രൈയിങ് ടൈമാണ്. ഈ 40 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുടഞ്ഞിട്ട് നമുക്ക് ആ അച്ച് തിരിച്ച് വീണ്ടും മാവിൽ വന്ന് മുങ്ങുന്നു. ഇതൊക്കെ നടക്കുന്നത് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടാണല്ലേ? എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം, അതായത് വീഴുന്ന അച്ചപ്പം നമ്മൾ മാനുവലി ഇങ്ങനെ ഒരു നമുക്ക് അതിന് 2 കമ്പി ഉണ്ട്, അത് വെച്ച് ഇങ്ങനെ നോർമലി അങ്ങോട്ട് തള്ളി കൊടുത്തു കഴിഞ്ഞ് പോകും. ഇനി സപ്പോസ് അതിൻ്റെ അകത്ത് 1-2 അച്ചപ്പം അവിടെ നിന്നാൽ അതിനൊരു ഹാൻഡിലുണ്ട്, ആ ഹാൻഡിൽ അത് തള്ളി നീക്കി തരും. ഓ, അത് മെഷീൻ തന്നെ തള്ളിയിട്ട് നീക്കി തരും, മുന്നോട്ടേക്ക് കൊണ്ടുവരും. കാരണം ഇത് നമ്മൾ അങ്ങനെ കൈകൊണ്ട് മാറ്റിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ കിട്ടും. പെട്ടെന്ന് അപ്പൊ ഈവൻ ആയിട്ട് കളർ ഒരുമിച്ച് കിട്ടും. അപ്പൊ നമുക്ക് ഇത് പെട്ടെന്ന് മുകളിൽ കയറി കിട്ടും. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ മാവ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത മാവ് ഇത് എങ്ങനെയാണ് ഈ ടാങ്കിലേക്ക് വന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം? വേണ്ട, ഒഴിച്ചു കൊടുക്കണ്ട. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിനൊരു വാൽവ് ഉണ്ട്, അത് തന്നെ കയറി. അതും ന്യൂമാറ്റിക്സിന്റെ വാൽവാണ്. അത് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടൈമിന് ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള മാവ് അത് റീഫിൽ ആയിക്കൊണ്ടിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതുമേ ശ്രദ്ധിക്കേണ്ട. ഇത്തരം ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല.
മാവിൽ മുങ്ങുന്നതും എണ്ണയിൽ പോയി ഫ്രൈ ചെയ്യുന്നതും ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമ്മളിത് തട്ടി എടുക്കേണ്ടതും ഒരു എല്ലാം കുടഞ്ഞിട്ട് തരും, അപ്പൊ മറിച്ചിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. അത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ വർക്കൊക്കെ ഇവിടെ നടന്നത്. അതായത് ഏതാണ്ട് ഓൾമോസ്റ്റ് ഒരു 48 സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം തീരും. ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഭാര്യ ജെൻസി എല്ലാവിധ സപ്പോർട്ടോടുകൂടി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതായത് ഓരോ സമയവും ഓരോ വീഴ്ച വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പതനം വരുന്ന സമയത്ത് എല്ലാത്തിനും പുറകോട്ട് പോകരുത്. ഈ മെഷീന്റെ പണി എങ്ങനെയെങ്കിലും നമുക്ക് തീർത്തെടുക്കണം. ഇത് ഉണ്ടാക്കി നമുക്ക് ഇത് മാർക്കറ്റിൽ എത്തിക്കുക വരെ വേണം. അത്രയും വരെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഞങ്ങള് കട്ട സപ്പോർട്ട്, ഒരു വ്യത്യാസമില്ല, ഒരു പണത്തൂക്കം പോലും മാറ്റാതെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന ആൾക്കാരാണ്. അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു മെഷീനിൽ നമുക്ക് എത്ര അച്ചപ്പം വരെ ഒരു ടൈമിൽ ഉണ്ടാക്കി? നമുക്കൊരു 48 സെക്കൻഡിൽ 10 അച്ചപ്പത്തിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് തീരും. 48 സെക്കൻഡ് കൊണ്ട് 10 എണ്ണം പുറത്തേക്ക് വരും. 10 എണ്ണം പുറത്തോട്ട് വരും. എത്ര ഓയിൽ ആവശ്യമുണ്ട് ഇതിന്? നമുക്കിത് ആദ്യം നമ്മളൊരു 17 കിലോ ഓയില് ആവശ്യം വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആ ഓയിൽ കൊണ്ട് ഒരു 10 കിലോ മാവ് നമുക്ക് നോർമലി നമുക്ക് ഓടിക്കാം. ഈ 10 കിലോ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 കിലോ ഓയിൽ നമ്മൾ വീണ്ടും ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം. സാധാരണ ഇതിൽ നമ്മൾ ചട്ടിയിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിലൊക്കെ കരിഞ്ഞ് കിടക്കുന്ന കാണാം, കളറൊക്കെ മാറിയിട്ട് ഒരു ബ്ലാക്കിഷ് ആയിട്ട് ഒരു കളറായിരിക്കും. അതെ, ഇതിന് കളർ ചേഞ്ച് ഒന്നും അങ്ങനെ കാണുന്നില്ല. അത് വരില്ല, കാരണം നമ്മൾ 185 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 185 ഡിഗ്രിയാണ്. അപ്പം യാതൊരു കാരണവശാലും അതിന് മേലോട്ട് ടെമ്പറേച്ചർ ഹൈ ആവില്ല. എണ്ണ കരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല. പുകയുടെ പ്രശ്നം ഉണ്ടാവില്ല, കാരണം എണ്ണക്ക് ഓവർ ചൂടില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ടെമ്പറേച്ചറാണ് അതിനകത്ത് സെറ്റ് ചെയ്തേക്കണം. ഇനിയിപ്പോൾ നമുക്ക് 190 വേണമെങ്കിൽ 190 സെറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് 185 ഡിഗ്രിയാണ്. ഈ 185 ഡിഗ്രി ഉണ്ടായിട്ടും അടുത്ത് നിൽക്കാൻ അങ്ങനെ ചൂടോ കാര്യങ്ങളോ അതും അറിയുന്നില്ല. അതും അറിയില്ല, കാരണം നമുക്ക് ഫുൾ കവേർഡ് ആണ്. കാരണം ഓയിലിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്ന എലമെന്റ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്തേക്കണത്. അപ്പോൾ യാതൊരു കാരണവശാലും ഹോട്ട് പുറത്തോട്ട് ഒബ്സർവേഷൻ. സാധാരണ നമ്മൾ ചട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? അതെ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അടുത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മിഷത്തിലോട്ട് ഇങ്ങനെ ഒരു മിഷൻ നമ്മൾ കണ്ടെത്തിയത്. എത്ര സ്റ്റാഫ് ആവശ്യമുണ്ടോ ഇത് ചെയ്യാൻ? നമുക്ക് ഒരാളുടെ ആവശ്യമുള്ളൂ, പക്ഷെ നമ്മൾ 2 പേരെ നിർത്തിയിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളില്ലെങ്കിലും നമുക്ക് മറ്റൊരാളെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഓടിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഒരാൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾക്ക്. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മൈൻഡിൽ വരുന്ന ഒരു ചോദ്യം പറയുന്നത്, ഗ്യാസും ഇതും ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം എന്താണ്? ഇതിപ്പോ ഇലക്ട്രിസിറ്റി ഉള്ള വർക്ക് ചെയ്തല്ലേ? ഇതിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ എത്ര മാത്രം ഒരു വ്യത്യാസം നമുക്ക്? ഇതിന്റെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു മാസം നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ ഗ്യാസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ച ആളാണ്. ഈ ഗ്യാസ് ഒരു മാസം ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരു 35,000-40,000 ഇടയിൽ നമുക്ക് ഗ്യാസിൻ്റെ കൺസപ്ഷൻ ഉണ്ടായിരുന്നു. അത് അത്രത്തോളം നമ്മുടെ പ്രൈസ് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ 35,000 to 40,000 42,000 വരെ വന്ന മാസങ്ങളുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം, നമുക്ക് എണ്ണയുടെ ചൂട് ഈവനായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വെക്കും, ഇത്ര എണ്ണക്ക് ചൂടുണ്ട്, ഇപ്പം ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. ഇതേ സാധനം നമുക്ക് ഇപ്പം 8,000-9,000 ഇടയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി നിൽക്കും. അത്രയും ഡിഫറൻ്റ് ആണ്. അത്രയും ലാഭം നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും. അവിടെ മാത്രമല്ല ലാഭം, ഓയിലിന്റെ ലാഭം. കാരണം ഓവറായിട്ട് ചൂടായിട്ട് വെറുതെ ഓയിൽ കത്തിപ്പോവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അപ്പൊ ഇതെല്ലാം അവിടെയും കുറവ് വന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള അച്ച്, ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുമോ? തീർച്ചയായിട്ടും. നമുക്കിത് ഏത് സൈസ് അച്ച് വേണമെങ്കിലും, ഇതൊരു 2 നെറ്റ് അഴിച്ചു കഴിഞ്ഞാൽ ആ സെറ്റ് ഓഫ് അച്ച് അങ്ങനെ തന്നെ അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരു 4 ഇഞ്ചോ 3 ഇഞ്ചോ ഏത് സൈസ് അച്ച് വേണമെങ്കിലും ആ ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറ്റിയിട്ട് ഒരു 2 നെറ്റ് അടിയിലുണ്ട്, അത് അഴിച്ചു മാറ്റി തിരിച്ചങ്ങോട്ട് സെറ്റ് ചെയ്താൽ പരിപാടി കഴിയും. അത് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ ഇതല്ലാതെ ഇപ്പൊ നമുക്ക് മെറ്റൽ ഇത് മാറ്റാൻ പറ്റും? ഇത് ഏത് മെറ്റൽ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതായത് ഓരോരുത്തരുടെ മെറ്റീരിയൽ പോലെ, അതായത് റോ മെറ്റീരിയൽ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പലർക്കും പലതായിരിക്കും. ചിലർ അരി യൂസ് ചെയ്യും, ചിലർ മൈദ യൂസ് ചെയ്യും, ചിലർ അരിയും മൈദയും കൂടി യൂസ് ചെയ്യും. അപ്പോൾ അവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് പെട്ടെന്ന് വീഴാനുള്ള സോഴ്സ് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് അച്ച് പ്രൊമോട്ട് ചെയ്തു. ഏത് നമ്മൾ പിച്ചള യൂസ് ചെയ്യാറുണ്ട്, ഇരുമ്പിൻ്റെ അച്ച് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ഒരു കോട്ടഡ് അച്ചുണ്ട്,
ഇതെല്ലാം നമുക്ക് അതിനകത്ത് ആ രീതിയിൽ അച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. പുതിയ അപ്ഡേഷൻസ് പുതിയ ഇപ്പോഴത്തെ മെഷീൻ്റെ വളരെ വ്യത്യാസം, നമ്മളിപ്പോൾ കണ്ട മെഷീനിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ മെഷീനിൽ. കാരണം നേരത്തെ നമ്മൾ മാവ് ടാങ്കിൽ കൊണ്ടുവന്ന് ഒഴിച്ചിടുകയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ടാങ്കിൽ ഒഴിച്ചിട്ടാലും ക്യൂറിങ് വരാതിരിക്കാൻ വേണ്ടി, അതായത് വെള്ളം മുകളിൽ വരാതിരിക്കാൻ നമ്മൾ എന്തെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ടിൽറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് കൈകൊണ്ട് ഇറക്കുന്ന ഷഫിൾ. ഇപ്പം അതിന് പകരം നമ്മൾ ഓട്ടോമാറ്റിക് ഒരു ഷഫ്ലിംഗ് ചെയ്ത് മാവ് ഏത് നേരം ഷഫിൾ ചെയ്ത് കൊണ്ടിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും വരുന്ന മാവ് താഴോട്ടിറങ്ങി വരുന്ന മാവ് ഈവൻ ആയിരിക്കും. അത് ഊറുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പുതിയ മെഷീനിൽ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കുറെ ഭാഗങ്ങളെല്ലാം GI-യിലായിരുന്നു. ഇപ്പൊ മുഴുവനും അതായത് SSലോട്ട് കൊണ്ടുപോയിരുന്നു, സ്റ്റെയിൻലെസ് സ്റ്റീലിലോട്ട് കൊണ്ടുപോയി. കാണാനും നല്ല ഭംഗിയായി, കാണാനും കുറെ കൂടെ ആംബിയൻസ് ഉണ്ട്. പിന്നെ അതുപോലെ പ്രോഗ്രാമിൽ കുറച്ച് ചേഞ്ചസ്, എല്ലാം പ്രോഗ്രാമിലാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നത്. പ്രോഗ്രാമിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുടച്ചിൽ വൺസിന് ഒരു ടൈം മുകളിൽ മാത്രം ഉണ്ടായുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ പൊങ്ങുമ്പോൾ തന്നെ കുറച്ചും കൂടി ഇങ്ങനെ അവിടെ ഒന്ന് കുടയും, മുകളിൽ ഒന്നും കൂടി കുടയും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വീഴാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴും. കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ ഓടിച്ച് കണ്ട മെഷീനിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ അതിൻ്റെ കുടച്ചിൽ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല, ഇപ്പോൾ വരുന്ന മെഷീനിൽ 2 പ്രാവശ്യം താഴ്ത്തും ഉണ്ട് മുകളിലും ഉണ്ട്. ലാസ്റ്റ് ആയിട്ട് എനിക്ക് അറിയേണ്ടത്, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആണ്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് ഇപ്പം നമ്മൾ കണ്ട മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ മെഷീനാണ്. ഇത് 3,95,000 രൂപയാണ് നമുക്ക് ഈ മെഷീന് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് വെച്ചാൽ ഇപ്പം വരുന്ന ഓരോ അപ്ഡേഷനും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വിലയിൽ വ്യത്യാസങ്ങൾ കാണിക്കും. ഇത്രയാണ് സ്പെഷ്യാലിറ്റി ഫുഡ് പ്രോഡക്ട്സിന്റെ അച്ചപ്പം മെഷീന്റെ വിശേഷങ്ങൾ. കണ്ടല്ലോ, ഈ 2 പേരും കട്ടക്ക് നിന്നിട്ടാണ് ഈ ഒരു മെഷീൻ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചതിന്. അതും നമ്മുടെ കേരളത്തിൽ ഇത്രയും ഭംഗിയോട് കൂടിയിട്ട് അച്ചപ്പം നിർമ്മിക്കാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കി നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ വിളിക്കാട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോയുടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.